نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الناس أنتم الفقراء إلى الله والله هو الغني الحميد സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ മഹത്വവും കഴിവും തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി അത് വിശ്വാസമായി രൂപപ്പെടുത്തി ജീവിതത്തിലെ ഏതേത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ആവശ്യങ്ങൾ അവൻ്റെ മുമ്പിൽ സമർപ്പിച്ച് അവന് മാത്രം വിളിച്ചു തേടുന്ന നല്ല വിശ്വാസികളായി ജീവിച്ച് മരിക്കാൻ ശ്രമിക്കണം എന്നെന്നെയും പിന്നെ നിങ്ങളെയും ഉണർത്തുകയാണ്. വിശുദ്ധ ഖുർആനിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഥ പറയുമ്പോൾ സൂറത്തുൽ ഖസസിലെ 24-ാമത്തെ ആയത്തായി ഇങ്ങനെ ഒരു സൂക്തമുണ്ട്. ഫസഖാലഹുമാ സുമ്മ തവല്ല ഇല ളില്ല. ഒരു നാട്ടിൽ നിന്ന് നിവൃത്തിയില്ലാതെ കൊന്നുകളയും എന്ന് ഓർഡറിട്ടതിൻ്റെ പേരിൽ ആരും കാണാതെ നാട് വിട്ടു പോകുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ മാനസികാവസ്ഥ. ഭക്ഷണമില്ല, ഒരു കാരക്ക ചീള് കിട്ടിയാൽ അത് ഭക്ഷിക്കാമായിരുന്നു എന്ന അവസ്ഥ. നടന്ന് ചെരിപ്പൊക്കെ തേഞ്ഞ് തകർന്നു പോയി നഗ്നപാതനായി നടക്കേണ്ടി വരുന്ന വല്ലാത്തൊരു സാഹചര്യം. ആ സാഹചര്യത്തിൽ ഇനി എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം കാണാത്ത ഒരു ചെറുപ്പക്കാരൻ നടന്നു പോകുമ്പോൾ ഒരുപറ്റം ആളുകളെ കാണുന്നു. അവിടെ വേറൊരു ജലാശയത്തിൻ്റെ ഒരു കിണറിൻ്റെ വക്കിൽ തിക്കും തിരക്കും ഉണ്ടാക്കുന്നു. അല്പം അകലെയായി 2 പെൺകുട്ടികൾ മാറി നിൽക്കുന്നു. അവർ അങ്ങനെ മാറി നിൽക്കാനുള്ള കാരണം അവരിൽ നിന്ന് മനസ്സിലാക്കുന്നു, ഈ ആണുങ്ങളുമായി തിക്കിത്തിരക്കാൻ ഞങ്ങൾക്കാവില്ല, ഞങ്ങൾക്ക് പാടില്ലതാണ്. അതുകൊണ്ട് അവർ അവരുടെ കാലുകൾക്ക് വെള്ളം കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞങ്ങൾക്കതിൻ്റെ നിർവാഹമുള്ളൂ. ആരോഗ്യവാനായ ഈ ചെറുപ്പക്കാരൻ ആ ദൗത്യം സ്വയം ഏറ്റെടുത്തിട്ട് ആ കൃത്യം ഭംഗിയായി നിർവഹിച്ച് അവരെ വീട്ടിലേക്ക് അയക്കുന്നു. വീട്ടിലേക്ക് അയച്ചതിന് ശേഷം ഒരു മരത്തണലിൽ ചാരിയിരുന്നു കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. അതാണ് ഈ വാക്ക്. ഫസഖാലഹുമാ സുമ്മ തവല്ല ഇല ളിൽ. ആ 2 പേർക്ക് അവരുടെ മൃഗങ്ങൾക്ക് വെള്ളം കൊടുത്തതിന് ശേഷം ഒരു മരത്തണലിലേക്ക് നീങ്ങി നിന്നതിന് ശേഷം ഫഖാൽ, എന്നിട്ട് പടച്ചവനോട് പറഞ്ഞു, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. തമ്പുരാനെ, നിന്നിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നീ തരുന്ന നന്മക്കായി എന്നും ഈ ഉള്ളവൻ ഫഖീറാണ്. ഞാനൊരു ഫഖീറാണ്, ആവശ്യക്കാരനാണ്, നിന്നോട് ചോദിക്കേണ്ടവനാണ്. അതാണ് ഫഖീറിനർത്ഥം. മറ്റുള്ളവരുടെ മുമ്പിൽ അവനവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചോദിച്ചു വരേണ്ട അവസ്ഥയുള്ള ആളുകളാണ് ഫഖീർ. ആ അവസ്ഥയിലാണ് ഞാനുള്ളത്. നീ തരുന്ന നന്മകൾക്ക് വേണ്ടി കൈനീട്ടേണ്ട അവസ്ഥയുള്ളവനാണ് ഞാൻ. ഈ ഒരു അവസ്ഥ
മൂസാ നബിയുടെ മാത്രം അവസ്ഥയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഫാത്തിറിലെ 15-ാമത്തെ ആയത്തായി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സംഗതിയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അൻതുമുൽ ഫുഖറാ ഇലല്ലാഹ്, നിങ്ങളെല്ലാവരും ഫുഖറാക്കളാണ്, ഫഖീറുമാരാണ്. അള്ളാഹുവിൻ്റെ മുമ്പിൽ ചോദിക്കേണ്ടവരല്ലാത്ത, പടച്ചതമ്പുരാനോട് ആവശ്യങ്ങൾ പറയേണ്ടി വരാത്ത ഒരൊറ്റ കുട്ടിയും നിങ്ങളുടെ കൂട്ടത്തിലില്ല. പടച്ചതമ്പുരാൻ്റെ മുമ്പിൽ ചെന്ന് നിന്നുകൊണ്ട് അള്ളാഹുവിനോട് കൈകൾ ഉയർത്തിക്കൊണ്ട് തൻ്റെ ആവശ്യങ്ങൾ പറയേണ്ട അവസ്ഥ ഓരോരുത്തർക്കുമുണ്ട്. പറയുന്നുണ്ടോ ഇല്ലേ എന്നത് നിങ്ങളുടെ അഹങ്കാരത്തിനനുസരിച്ചിരിക്കും. അല്ലാഹു അൽ ഗനിയ്യ് അൽ ഹമീദ്, എല്ലാം തികഞ്ഞവൻ, ആരോടുമൊന്നും ചോദിക്കേണ്ടതില്ലാത്തവനാണ് വലിയ. അത് അല്ലാഹു മാത്രമാണ്. സ്തുതികൾക്കർഹനും അല്ലാഹുവാണ്. ഈ ശരിക്ക് എന്താണ് നമ്മുടെ ഈ ഫഖർ, ദാരിദ്ര്യം എന്ന ഫഖറിനർത്ഥം പറയേണ്ട. നമ്മൾ ഫഖർ എന്ന് കേൾക്കുമ്പം, ഫഖീർ എന്ന് കേൾക്കുമ്പം സമ്പത്തില്ലാത്തവൻ്റെ അർത്ഥം പറഞ്ഞ് രക്ഷപ്പെട്ടു പോവുകയാണ്. എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടി നിൽക്കേണ്ടി, യാചിക്കേണ്ടി, ചോദിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് ഫഖർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരവസ്ഥയിലും മനുഷ്യൻ ഫഖീറാണ്. അള്ളാഹുവിന് മുമ്പിൽ ചെന്ന് നിന്നുകൊണ്ട് പറയേണ്ടവനാണ്. അതുകൊണ്ട് എല്ലാ സന്ദർഭത്തിലും ആന്തരികമായും ബാഹ്യമായും ഒക്കെ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളിൽ ഫഖീറായ ഈ മനുഷ്യൻ ആദ്യം ഗ്രഹിക്കേണ്ടത് എന്താണെന്നറിയോ? അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞാൻ ഫഖീറാണ് എന്ന ബോധമില്ലാത്തത് കൊണ്ടാണ് അള്ളാഹു അല്ലാത്തവരുടെ മുമ്പിൽ ആളുകൾ ഫഖീറായി പോകുന്നത്. ആളുകൾ ഫഖീറായി ചെന്ന് നിൽക്കുന്നത് പടച്ചതമ്പുരാന്റെ മുമ്പിലല്ല. ആളുകൾ ഫഖീറായി ചെന്ന് നിൽക്കുന്നത് മനുഷ്യ ദൈവങ്ങൾക്ക് മുമ്പിലും, ജാറങ്ങൾക്ക് മുമ്പിലും, ഖബറുകൾക്ക് മുമ്പിലും ഒക്കെയാണ്. അവിടെ അവർ ഫഖീറാണ്. കണ്ടില്ലേ നിങ്ങൾ? കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് കരഞ്ഞു നഞ്ഞത്തടിച്ച് ആർത്ത് അവനവന്റെ സങ്കടങ്ങൾ പറയുന്നത്, അതാണ് ഫഖീർ. അതാണ് ഈ ഫഖീറിനർത്ഥം. അൻതുമുൽ ഫഖറാ, നിങ്ങളെല്ലാം ആ അവസ്ഥയുള്ളവരാണ്. പക്ഷെ ആരോട്? ഇലല്ലാ, അള്ളാഹുവോട് മാത്രം, പടച്ചതമ്പുരാനോട് മാത്രം. അതിനെന്ത് വേണമെന്നറിയോ? അങ്ങനെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇതിന് നാലാള് കാണണമെന്നില്ല, ഇതിനാരുടെയും സാന്നിധ്യം ആവശ്യമില്ല. ഈ നെഞ്ചകത്ത് പൊന്നു പോകുന്ന ഒരു നെടുവീർപ്പാണ് ആവശ്യമായി ദുആയായി മാറുക. ആരും അറിയണമെന്നില്ല. ആരും അറിയാതെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഫഖീറായി നിൽക്കാൻ മനുഷ്യനാവുമെന്നത് വല്ലാത്തൊരു ഭാഗ്യമാണ്. അവനവൻ്റെ ഹൃദയവേദനകൾ, മറ്റാരോടും പറയാൻ കഴിയാത്ത ആവശ്യങ്ങൾ മനുഷ്യന്റെ മുമ്പിൽ ചെന്ന് പറയേണ്ടതില്ല. അത് അള്ളാഹുവിൻ്റെ മുമ്പിൽ ആരും കാണാതെ, കേൾക്കാതെ സ്വകാര്യമായി വാക്കുകൾ പോലും പുറത്തേക്ക് വരാതെ പറഞ്ഞാൽ ഉത്തരം നൽകുന്ന ഒരു അള്ളാഹുവിനെ മനസ്സിലാക്കാൻ ആദ്യം നമ്മൾ തയ്യാറാവണം. ഇദ്റാഖു അളമത്തുൽ ഖാലിഖ്, നമ്മളെ പടച്ച സൃഷ്ടാവിൻ്റെ മഹത്വത്തെക്കുറിച്ച്, അളമത്തിനെക്കുറിച്ച്, അതിൻ്റെ വലിപ്പത്തെക്കുറിച്ചും കഴിവിനെക്കുറിച്ചുമൊന്നും മനുഷ്യൻ പഠിക്കുന്നില്ല. അവിടെയാണ് അള്ളാഹു അല്ലാത്തവർക്ക് മുമ്പിൽ നമ്മൾ കരയാൻ പോകുന്നത്, അള്ളാഹു അല്ലാത്തവർക്ക് മുമ്പിൽ കൈനീട്ടാൻ കാരണമാകുന്നത്. മറ്റൊന്ന്, സൃഷ്ടികളുടെ കഴിവുകളിനെ കുറിച്ച് അറിയുന്നില്ല. മനുഷ്യൻ എത്രയോ നിസ്സാരനാണ് കഴിവുകളുടെ വിഷയത്തിൽ. നമ്മളെക്കാൾ എല്ലാ കഴിവുകളുമുള്ള എത്രയോ ജീവികൾ നമ്മളോടൊപ്പമുണ്ട്. നീട്ടി പറയേണ്ടതില്ലല്ലോ. നമ്മളെക്കാൾ മിടുക്കുള്ള, ശാരീരിക ശേഷിയുള്ള, നമ്മളെക്കാൾ വേഗതയുള്ള, നമ്മളെക്കാൾ ഗ്രാഹ്യശക്തിയുള്ള, നമ്മളെക്കാൾ എല്ലാമുള്ള ബുദ്ധിയുടെ വിഷയത്തിൽ മാത്രം നമ്മൾ കേമന്മാരാണ്. ബാക്കി എവിടെയാണ് നമ്മൾ കേമന്മാരായിട്ടുള്ളത്? എല്ലാം പിന്നിലാണ്. പക്ഷേ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട്, നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് പഠിച്ച് അറിഞ്ഞ് അതിൽ വലിയ വികസനമാക്കി മാറ്റിയിട്ട് എല്ലാറ്റിനെയും മറികടക്കാൻ നമ്മുടെ മുമ്പിൽ നമ്മൾ ആയുധങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വെപ്പൺസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ആയുധങ്ങൾ കൊണ്ട് നമ്മൾ മറികടക്കുന്നു. ആകാശത്ത് ചിറകടിച്ച് പറക്കുന്ന പക്ഷികളെ നാണിപ്പിക്കും വിധം നമ്മളുണ്ടാക്കി വെച്ച ഉപകരണത്തിലൂടെ നമ്മളത് ചെയ്യുന്നു. സമുദ്രത്തിലെ തിമിംഗലങ്ങളെ പോലും പിന്നിലാക്കി നമ്മൾ അഗാധതയിലേക്ക് ഊളിയിട്ട് പോകുന്നു. നമ്മളുണ്ടാക്കിയ ഉപകരണങ്ങൾ കാരണം നമുക്കാ കഴിവില്ല. നമ്മളവിടെയും ലൈഫായി ഇങ്ങനെ നിൽക്കുക. യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാ ഇലല്ലാഹ്, ഏ മനുഷ്യരെ, ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകളും ഞാനും അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെന്ന് കെഞ്ചി നിൽക്കേണ്ട അവസ്ഥയില്ലാത്ത ഒരാളുമില്ല നിങ്ങളുടെ കൂട്ടത്തിൽ. അത് പടച്ചവന്റെ മുമ്പിൽ അങ്ങനെ നിൽക്കണം. അതാണ് അള്ളാഹുവിൻ്റെ അടിമ. അള്ളാഹുവാണ് വലിയായിട്ടുള്ള ആളുകൾ. എല്ലാ വിഷയത്തിലും നിങ്ങളുണ്ടായത് എങ്ങനെയാണ്? നിങ്ങളുടെ ഉണ്മ എങ്ങനെയാണ്? നിങ്ങളുടെ കഴിവല്ലല്ലോ.
നിങ്ങളുടെ മിടുക്കല്ലല്ലോ. നിങ്ങൾക്ക് ശക്തിയും നിങ്ങൾക്ക് കഴിവുകളും ഉണ്ടായത് നിങ്ങളുടെ മിടുക്കല്ലല്ലോ. നിങ്ങൾക്ക് സ്ഥാനവും മാനവും ഉണ്ടായത് നിങ്ങളുടെ മിടുക്കല്ലല്ലോ. ആണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ ആരോഗ്യം, രോഗമില്ലാത്ത അവസ്ഥ, നമ്മുടെ ബുദ്ധിശക്തിയുടെ നിലവാരം, നമ്മുടെ സാമ്പത്തിക നിലവാരം, നമ്മുടെ നിലയും വിലയും എല്ലാം അള്ളാഹു നിശ്ചയിച്ചതനുസരിച്ച് ഇങ്ങനെ പോവുകയാണ്. അള്ളാഹു കണക്കാക്കിയതനുസരിച്ച് പോവുകയാണ്. ഈ വിവരമാണ് വിശ്വാസി ആദ്യം ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇതില്ലാത്തവരാണ് ഈ പതറിപ്പോകുന്നത്. അതുപോലെ എനിക്കും നിങ്ങൾക്കുമൊക്കെ റിസ്ക് കണക്കാക്കിയിട്ടുണ്ട്. ഖൂത്ത്, അഖ്വാത്ത്, റിസ്ക്. അള്ളാഹു വിഭവങ്ങൾ ഓരോരുത്തർക്കും വീതിച്ച് നൽകിയിട്ടുണ്ട്. ഇതെന്തുകൊണ്ടാണ് മനുഷ്യൻ പഠിക്കാത്തത്? അത് വീതിച്ച് നൽകിയതാരാണ്? അള്ളാഹുവാണ്. നമ്മുടെ സാമർത്ഥ്യം കൊണ്ടാണ് എന്ന് വിശ്വസിപ്പിച്ചു പോകുന്നിടത്ത് ഈമാൻ പൊളിയാൻ തുടങ്ങുന്നു. നമ്മുടെ മിടുക്ക് കുറവ് കൊണ്ടല്ല നമുക്ക് റിസ്ക് കുറഞ്ഞു പോയത്. നമ്മുടെ സാമർത്ഥ്യത്തിൻ്റെ ഊക്ക് കൊണ്ടല്ല നമ്മൾക്ക് അള്ളാഹു റിസ്ക് വിശാലമാക്കി തന്നത്. രണ്ടും പരീക്ഷണമാണ്, അള്ളാഹു നിശ്ചയിച്ചതാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് എല്ലാ വിഷയത്തിലും നമുക്കുണ്ടാകാവുന്ന പരീക്ഷണങ്ങൾ, വിഷമങ്ങൾ, ശിക്ഷകൾ എല്ലാം നാം സഹിക്കേണ്ടി വരുന്ന ഓരോ അവസ്ഥയും അതുപോലെ തന്നെയാണ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന അവസ്ഥയും. പടച്ചതമ്പുരാനെ മാത്രം ഇലാഹായി സ്വീകരിക്കാൻ അള്ളാഹ് നൽകിയ തൗഫീഖാണ് നമുക്കുള്ളത്. അള്ളാഹു അല്ലാത്തവരോട് കൈ ഉയർത്താതെ അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രം കൈ ഉയർത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വൃത്തിയുള്ള ജീവിതം നയിക്കുവാനുള്ള ഭാഗ്യം അള്ളാഹു നിശ്ചയിച്ചതാണ്. ആ നിശ്ചയത്തിന് വേണ്ടി അത് തട്ടിത്തെറിപ്പിക്കാതിരിക്കാൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് മരണം വരെ ഞാനും നിങ്ങളും നന്നായി അള്ളാഹുവിന്റെ മുമ്പിൽ ഫഖീറായി നിന്നുകൊണ്ട് ചോദിക്കണം. ഞാൻ അത്ര വലിയ പെർഫെക്റ്റ് മുസ്ലിമാണ്, എൻ്റെ ആദർശം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന ബഡായി പറയൽ കൊണ്ട് പക്ഷേ പരലോകത്ത് വിജയിച്ചോളണമെന്നില്ല. ഏത് സമയവും അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് എടുത്ത് കളഞ്ഞു എന്ന് വരാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇതൊക്കെ മനസ്സിലുണ്ടാവണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ച് വലിയവരാക്കി. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ്, ഈ തൗഫീഖ് എന്നതിൻ്റെ അർത്ഥവും നമ്മൾ പഠിക്കണം. തൗഫീഖ് ചെയ്യണമേ തമ്പുരാനെ. ഈ തൗഫീഖ് അള്ളാഹു നിശ്ചയിക്കുന്നതാണ്. ഈ തൗഫീഖിന് വേണ്ടി തന്നെയാണ് നമ്മൾ ഈ ചെന്ന് കൈനീട്ടി നിൽക്കുന്നതും. അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, അങ്ങനെ നീട്ടേണ്ടവരാണ് നിങ്ങൾ എല്ലാ വിഷയത്തിലും. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അളുമത്തിനെ കുറിച്ച് മനസ്സിലാക്കുന്ന ആളുകൾക്കാണ് ഈ തൗഫീഖിനെ കുറിച്ചുള്ള ബോധമുണ്ടാവുക. അത് ഉള്ള ആളുകൾ അള്ളാഹുവോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ഖുൽ ലാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും. നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളുടെ സങ്കടങ്ങൾ പറയുന്നില്ലെങ്കിൽ, പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ അള്ളാഹുവോട് നിങ്ങൾ ചോദിച്ചു വാങ്ങുന്നില്ലെങ്കിൽ, അതാണല്ലോ ദുആ. ഖൈറിന് വേണ്ടി നിങ്ങൾ പറയുന്നില്ലെങ്കിൽ, ചോദിക്കുന്നില്ലെങ്കിൽ, ഷെറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈ നീട്ടുന്നില്ലെങ്കിൽ അള്ളാഹു നിങ്ങളെ മുഖവിലക്കെടുക്കുകയില്ല, നിങ്ങളെ പരിഗണിക്കില്ല. അപ്പം അള്ളാഹു പരിഗണിക്കുന്ന നല്ല വിശ്വാസികളായി മാറണം. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് മുൽത്തറുകളുടെ പ്രാർത്ഥന പഠിപ്പിക്കുന്നു പ്രവാചകൻ. അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദഅാഹു. പടച്ചവൻ കൃത്യമായി നമ്മോട് ചോദിക്കുന്നു ചോദ്യം. മുൽത്തർ എന്ന് പറഞ്ഞാൽ ആശയറ്റ് ആകെ കുടുങ്ങി നിൽക്കുന്നവൻ, ഭൗതികമായി ചെയ്യേണ്ട സംഗതികളൊക്കെ ചെയ്ത്, മനുഷ്യ കഴിവിന് അകത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ പറഞ്ഞതൊക്കെയും ചെയ്ത്, ഇനി എന്ത് എന്ന ചോദ്യത്തിന് ഭൗതികമായി ഒരു ഉത്തരവുമില്ലാത്ത ഒരു വൈതരണിയിൽപ്പെട്ട് ഇങ്ങനെ ഉയരുന്നൊരു മനുഷ്യൻ. മുൽത്തർ, അമ്മൻ യുജീബുൽ മുൽത്തർ ഇദാ ദഅാഹു. അങ്ങനെ ഒരാൾ ഒരു ഫഖീറായി ചെന്നു നിന്നാൽ അയാൾ ചോദിക്കുന്നതൊക്കെയും കൊടുക്കാൻ ആരുണ്ട്? നിങ്ങൾക്ക് അങ്ങനെ ചോദിക്കാൻ അള്ളാഹു അല്ലാതെ മറ്റാരാണുള്ളത്? അള്ളാഹുവിൻ്റെ കൂടെ. ഇലാഹ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചോദിക്കാൻ വേണ്ടി ഒരു ഫഖീർ എന്ന സ്റ്റാൻഡിൽ എനിക്ക് പോയി നിൽക്കാൻ പറ്റുന്ന ഒരാൾ, ഇന്നയാൾ ഉണ്ട് എന്ന് മനസ്സിൽ വിചാരിക്കലാണ് എന്ന് നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത് ഓർമ്മയുണ്ടാകുമല്ലോ. അല്ലാഹുമ്മ റഹ്മതക അർജൂ. അല്ലാഹുവേ, നിന്റെ കാരുണ്യം ഞാൻ തേടുന്നു. ഫലാ തകിൽനി ഇലാ നഫ്സി തറഫത ഐനി. ഒരു കണ്ണിമ പൂട്ടുന്ന ഒരു സെക്കൻഡിൻ്റെ ഒരംശം പോലും
എൻ്റെ കാര്യങ്ങൾ എന്നെ ഏൽപ്പിക്കരുതേ തമ്പുരാനെ. ഇതാണ് ഫക്കീറിൻ്റെ അവസ്ഥ. ഇതാണ് ഫക്കീറിൻ്റെ അവസ്ഥ. ഞാൻ കേമനാണ്, എനിക്ക് പഠിപ്പുണ്ട്, വിവരമുണ്ട്, എൻ്റെ കയ്യിൽ കോടികൾ സമ്പാദ്യമായുണ്ട്, എനിക്ക് നല്ല ഭാര്യയുണ്ട്, സന്താനങ്ങളുണ്ട്, അധികാരമുണ്ട്, പവറുണ്ട്, ഒക്കെയുണ്ട്. പക്ഷേ അള്ളാഹുവേ, കണ്ണിമ പൂട്ടി തുറക്കുന്ന ഒരു സെക്കൻഡിൻ്റെ ഒരംശം പോലും എൻ്റെ കാര്യങ്ങൾ എന്നെ മാത്രം ഏൽപ്പിക്കരുത്. നിന്റെ കാര്യം ഈ നോക്കിക്കോ എന്ന് പറയരുത്. ജീവിതത്തിലെ ഒരു സെക്കൻഡ്, നാനോ സെക്കൻഡ് പോലും നിന്റെ കാവലില്ലാതെ എന്നെ തള്ളിവിടരുതേ തമ്പുരാനെ എന്നാണ് ആ പ്രാർത്ഥന. ഇതാണ് മനുഷ്യൻ ഫക്കീറാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ ഒരു ബോധത്തോടു കൂടി വിശ്വാസികളെ ജീവിപ്പിക്കാൻ, പഠിപ്പിക്കാനാണ് 1,24,000-ൽ പരം അമ്പിയാക്കന്മാർ ഭൂലോകത്ത് വന്നത്. ഇങ്ങനെ ഫക്കീറായി ചെന്നു നിൽക്കാൻ, ഇലാഹായി അല്ലാഹു അല്ലാതെ മറ്റൊരാളും ഇല്ല എന്ന് പഠിപ്പിക്കാൻ. അതിനാണ് ഇവർ ഈ ത്യാഗം സഹിച്ചത്. അതിനാണ് അവർക്ക് മർദ്ദനങ്ങൾ സഹിക്കേണ്ടി വന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കുക: ഞാൻ ശക്തനാണെന്ന അഹംഭാവം ഒഴിവാക്കുക. ആ അഹംഭാവം കൊണ്ടൊരു കാര്യവുമില്ല. എനിക്ക് മാത്രം പോന്നവനാണ് എന്ന വല്ലാത്ത അഹങ്കാരമുണ്ടാകുമ്പോൾ ദിക്റുള്ളാഹിൽ നിന്ന് ഞാൻ അകന്നു പോകും. അതാണ് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഫക്കീറായി ചെന്നു നിൽക്കാൻ എനിക്ക് ഇന്ന ധ്യാന കേന്ദ്രങ്ങളുണ്ട്, ഇന്ന ശവകുടീരങ്ങളുണ്ട്, മക്ബറകളുണ്ട്, ഇന്ന ആൾ ദൈവങ്ങളുണ്ട്, അവരുടെയൊക്കെ ആലയങ്ങളുണ്ട് എന്ന് തോന്നിപ്പോയാൽ അള്ളാഹുവെ കുറിച്ചുള്ള മഹത്വത്തിന് ഇടിഞ്ഞു പോകും. പടച്ചതമ്പുരാനെ കുറിച്ചുള്ള ദിക്റാണില്ലാതെയാവുക. നമ്മളിങ്ങനെ ആകാശത്ത് പറവകളെ പോലും നാണിപ്പിക്കുന്ന രൂപത്തിൽ പറന്നു പോകുമ്പോൾ ഞാൻ വലിയവനായിപ്പോയി എന്നൊരു മനുഷ്യനും തോന്നിപ്പോവാൻ പാടില്ല. ആ വാഹനത്തിന്റെ നിയന്ത്രണം എൻ്റെ കയ്യിലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് വാഹനത്തിലേക്ക് കയറുമ്പോൾ അള്ളാഹുവിൻ്റെ അധീനതയിലാണിത് എന്ന് ഓർമ്മിപ്പിച്ചത് ദിക്റായി ചൊല്ലിക്കൊണ്ട് വേണം കടക്കാരെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഞാൻ അത്ര സുരക്ഷിതനാണ്, അത്രമേൽ സേഫാണ് എന്ന് ആളുകളോ രാഷ്ട്രങ്ങളോ പോലും വിചാരിച്ചുകൂടാ എന്ന് അള്ളാഹുവിൻ്റെ മതം നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മൾക്കറിയാലോ എത്രയെത്ര സംഗതികൾ, എത്രയെത്ര നമ്മൾ ദുരന്തങ്ങൾ എന്ന് വിളിക്കുന്ന, നമ്മെ കണ്ണു തുറപ്പിക്കുവാൻ വേണ്ടി മനുഷ്യ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് എന്ന് മനുഷ്യനെ പഠിപ്പിക്കാൻ ഇടയ്ക്കിടയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ടെസ്റ്റ് ഡോസ് ഉണ്ടാകും. 2004 നമ്മുടെ അയൽ സംസ്ഥാനത്ത് സുനാമി തിരമാലകൾ കരയിലേക്ക് പാഞ്ഞു കയറിയപ്പോൾ നമുക്കും അതിൻ്റെ ചെറിയൊരു വിഹിതം കിട്ടിയപ്പോൾ നമ്മളിങ്ങനെ അന്തിച്ചു നിന്നു. ഞാൻ 2004 മുതൽക്കുള്ളത് ഓർമ്മയുണ്ടാകുമെന്ന് മുതൽക്ക അതുവരെയുള്ള ലോകത്തിന്റെ ചരിത്രത്തിലെമ്പാടും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് എൻ്റെ മുമ്പിൽ കൈ ഉയർത്തി നിൽക്കേണ്ട അവസ്ഥയുണ്ട് എന്ന് പഠിപ്പിക്കാൻ ഓരോ നമ്മൾ പരീക്ഷണങ്ങളെന്നോ ദുരന്തങ്ങളെന്നോ ഒക്കെ വിളിക്കുന്ന ഓരോ സന്ദർഭങ്ങളുണ്ടാക്കും. 11 ദിവസത്തിലേറെയായി 11 ദിവസമായി ഒരു സഹോദരന് വേണ്ടി ഒരു നാടൊട്ടാകെ കാത്തു നിൽക്കുന്നു. എന്തൊക്കെ സംവിധാനങ്ങളുള്ള നാടാണത്! ശാസ്ത്ര സാങ്കേതിക വിദ്യ അതിൻ്റെ വളർച്ച പൂർണ്ണതയിലെത്താത്തത് കൊണ്ടാണോ? അല്ല. ശ്രമിക്കുന്നില്ലേ? ഉണ്ട്, മാക്സിമം ശ്രമിക്കുന്നുണ്ട്. കുറ്റപ്പെടുത്താനൊന്നും ഇല്ലാത്ത രൂപത്തിൽ അവിടെ രാവിലെ രാത്രി സാധിക്കാത്തത് കൊണ്ട് അവിടെ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. ഉണ്ട്. എന്നിട്ടും അള്ളാഹു വിളിച്ചു പറയുന്ന മനുഷ്യരെ, രാജ്യമേ, ലോകമേ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്. ഇത്തരം സന്ദർഭങ്ങൾ ഞാനത് ഓർമ്മിപ്പിക്കുന്നു എന്ന അവസ്ഥ. ഒരു 3 വർഷം നമ്മൾ വല്ലാതെ ബുദ്ധിമുട്ടി. സോപ്പ് പതക്ക് കഴുകിക്കളഞ്ഞാൽ നശിപ്പിക്കാൻ പറ്റാവുന്ന നോക്കിയാൽ കാണാത്ത ഒരു വൈറസ് ലോകത്ത് പിടിച്ചു കുലുക്കി. രാജാക്കന്മാരും രാജ്യങ്ങളും വിറച്ചു നിന്നു. സൈന്യവും സൈന്യാധിപന്മാരും നിശ്ചലരായി. എല്ലാവരും അങ്ങനെയുള്ള വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നുപോയി. ലോകത്തോട് പടച്ചതമ്പുരാൻ വിളിച്ചു പറഞ്ഞു, യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്. പക്ഷെ ആളുകൾ പഠിച്ചില്ല.
ആളുകൾ പഠിച്ചില്ല. വൈദ്യശാസ്ത്രവും സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളും വാനോളം ഉയരത്തിൽ നിൽക്കുമ്പോഴും ഇപ്പോഴും അതിനെ മറികടക്കാൻ മനുഷ്യൻ ശ്രമിച്ച ഒരു വാക്സിന്റെ ഫലമായി ആളുകൾ നോക്കി നിൽക്കെ മരിച്ചു വീഴുന്നു. വൈദ്യശാസ്ത്രം വളരാഞ്ഞിട്ടാണോ? പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ ആളുകൾ നോക്കി നിൽക്കെ ചെറുപ്പക്കാരായ ആളുകൾ എണ്ണം കുറയുമ്പോൾ വൈദ്യശാസ്ത്രം പൂർണ്ണതയിലെത്താത്തത് കൊണ്ടാണോ? ബിഷഗ്വരന്മാർക്ക് കഴിവില്ലാത്തത് കൊണ്ടാണോ? അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, ഏ മനുഷ്യരെ, നിങ്ങൾ പടച്ച തമ്പുരാന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചോളൂ. അള്ളാഹുവിന്റെ മുമ്പിൽ വന്ന് നിങ്ങളുടെ ആവശ്യങ്ങൾ പറയണം. ഈ മരിച്ചു പോകുന്നവർ പറയാത്തവരാണ് എന്നല്ല ഈ വാക്കിനർത്ഥം. പറയണം, പറഞ്ഞുകൊണ്ടേയിരിക്കണം. അങ്ങനെയുള്ള അവസ്ഥ നിങ്ങൾക്കുണ്ടാവണം. ഈ ഒരവസ്ഥ അങ്ങനെ വരുമ്പോൾ നമ്മൾ എത്രമാത്രം അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുന്നുവോ അത്രമാത്രം നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നുണ്ടാകും. നമസ്കരിച്ച് കഴിഞ്ഞിരുന്നതിന് ശേഷം മാത്രമാണ് ആ ഒരു പ്രാർത്ഥന എന്ന് പറയുന്ന സംഗതി നടത്താവൂ എന്നാരും പറഞ്ഞിട്ടില്ല. 1-2 സന്ദർഭങ്ങളിൽ മാത്രം നിങ്ങളത് ചെയ്യരുത് എന്ന് മാത്രമേ കൽപ്പിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള സന്ദർഭങ്ങളിലൊക്കെയും നമുക്ക് ഓർമ്മ വേണം, ഞാൻ അള്ളാഹുവിൻ്റെ എളിയ ദാസനാണ്. മനുഷ്യൻ നേരത്തെ പറഞ്ഞ ഫക്കീറിൻ്റെ കൂടെ മറ്റൊന്നുകൂടിയാണ്. ഫക്കീർ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവൻ്റെ മുമ്പിൽ കൈനീട്ടേണ്ട അവസ്ഥയുള്ളവൻ. ഇനി മറ്റൊന്ന് നോക്കൂ നിങ്ങൾ, യുരീദുല്ലാഹു അൻ യുഖഫിഫ അൻകും വഖുലിഖൽ ഇൻസാനു ളഈഫ. പുറമെ മനുഷ്യൻ ദുർബലൻ കൂടിയാണ്. ദാരിദ്ര്യവും പിന്നെ ദുർബലതയും കൂടി ഉണ്ടായാൽ പറയണോ? അതാണ് മനുഷ്യന്റെ അവസ്ഥ. അതുകൊണ്ട് അത്തരം സന്ദർഭങ്ങളിൽ എപ്പോഴാണ് ഈ ലോഫ് ഉണ്ടാവുക? ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ തുടക്കത്തിൽ, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന ചെറുപ്പക്കാരന്റെ ആ സമയത്തെ മനോനില നിങ്ങളൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്ന് നോക്കൂ. നമ്മൾ ആ ഒരു പൊസിഷനിൽ ചെന്നിരുന്ന് നോക്കൂ. ഒരു രാജ്യത്തെ കിങ്കരനായ ഭരണാധികാരിയും അയാളുടെ സിൽബന്ദികളും പട്ടാളവും തെരഞ്ഞു നടക്കുന്നു, കിട്ടിയാൽ കൊന്നുകളയാൻ. രഹസ്യമായി ചോർത്തിക്കിട്ടി വിവരമനുസരിച്ച് ആ ചെറുപ്പക്കാരൻ പലായനം ചെയ്യുന്നു. ആ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. നടക്കുകയോ ഓടുകയോ ഒക്കെ ചെയ്യുന്നതിനിടയിൽ തട്ടിയും മുട്ടിയും വീണുരുണ്ടുമൊക്കെ ആ വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ പോകുന്നു. മരുഭൂമിയിലൂടെ വെള്ളം കിട്ടാതെ അലയുന്നു. ഈ ഒരു മാനസികാവസ്ഥയിൽ സുരക്ഷിതമായൊരു താവളം എന്ന് പറയുന്നത് അത്രമേൽ ഒരു സ്വപ്നത്തിൽ പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് എത്തുന്നത്. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന അള്ളാഹു കേട്ടുവോ? കേട്ടു. മഹാനായൊരു പ്രവാചകൻ ആളെ പറഞ്ഞയച്ചു. അദ്ദേഹത്തിൻ്റെ 2 മക്കളിൽ ഒരുത്തിയെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്നു, അവിടെ താമസിപ്പിച്ചു. അഭയമായി ഒരു പ്രവാചകന്റെ വീട്ടിൽ മരുമകനായി വർഷങ്ങളോളം താമസിക്കുന്ന സുരക്ഷിതമായ ഒരു താവളം കിട്ടി. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസയുടെ ഈ ആവശ്യത്തിന് പരിഹാരം ഉണ്ടാക്കി കൊടുത്തു. പറയാറുണ്ടോ ഞാനും നിങ്ങളും പടച്ചവനോട്, ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും, നിങ്ങൾ നമ്മൾ പരിഗണിക്കൂല നിങ്ങൾ ചോദിക്കാതെ എന്നിടത്താണ് ഞാനും നിങ്ങളും പലപ്പോഴും നിൽക്കുന്നത്. പ്രാർത്ഥിക്കാൻ പലർക്കും മടിയാണ്. എന്താവും പ്രാർത്ഥിച്ചിട്ട് എന്നാരോ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തൊരുത്തിന് മാത്രമേ അങ്ങനെ നിങ്ങളെ നിരാശരാക്കാൻ കഴിയൂ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തി ഒരു കൊലപാതകത്തിൽ നിന്ന്, കൊന്നുകളയുന്ന അവസ്ഥയിൽ നിന്ന് ആ ചെറുപ്പക്കാരനെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. എന്നിട്ടൊരു മരുമകനായി ഒരു വീട്ടിൽ ഇങ്ങനെ വളർത്തി. എല്ലാ നിലക്കും മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയെ അള്ളാഹു സംരക്ഷിച്ചു നിർത്തി. ഈ സംരക്ഷണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തരാമെന്ന് പറഞ്ഞത്. ഈ സംരക്ഷണമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു നൽകിയത്. ഈ സംരക്ഷണമാണ് യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു നൽകിയത്. എല്ലാ അമ്പിയാക്കന്മാരുടെയും കഥ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഈ സംരക്ഷണം നൽകാൻ ആളുണ്ട് എന്നാണ്. ഞാൻ ചോദിക്കട്ടെ വളരെ വിനീതമായി, ഒരുപാട് സന്ദർഭങ്ങളിൽ ഇതൊക്കെ ബോധ്യപ്പെട്ടുകൊണ്ട് നിന്നല്ലോ എല്ലാവരും. അവിടെ അള്ളാഹുവിന് പുറമെ ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന ഏതെങ്കിലും സംവിധാനത്തിലെ ഏതെങ്കിലും ഒരു ഇനം അവിടെയൊക്കെ ഞങ്ങൾ ഇങ്ങനെ സഹായിക്കാം എന്ന് പറഞ്ഞുവോ?
അള്ളാഹുവിന് മാത്രം കഴിവുള്ള ചിലർ ജീവിച്ചിരിപ്പുണ്ട് ഇപ്പോഴും എന്ന് വിശ്വസിക്കുന്നു പലരും. അള്ളാഹുവാണ് ഗർഭാശയത്തിലുള്ളത് കൃത്യമായിട്ട് അറിയുന്നവനെന്നും. എന്നാൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുള്ള ഒരാൾ ഗർഭാശയത്തിലുള്ളത് അറിയാൻ മാത്രം അള്ളാഹുവിനെ പോലെ കഴിവുള്ളവളാണ് എന്ന ആളുകളെ കൊണ്ട്, പാമരന്മാരായ ആളുകളെ കൊണ്ട് വിശ്വസിപ്പിക്കുന്ന ആളുകൾ എങ്കിൽ ഈ മണ്ണിനടിയിലുള്ളത് കാണാനും കഴിയണ്ടേ? കവളപ്പാറയിൽ മുമ്പ് ഇന്ന സ്ഥലത്ത് തെരഞ്ഞാൽ മതി എന്ന് പറഞ്ഞു പോന്നവർക്ക് ഇപ്പോഴും ആ മണ്ണിനടിയിൽ തെരഞ്ഞിട്ട് കിട്ടാത്ത മൃതദേഹങ്ങളെ കുറിച്ച് എന്ത് പറയാനുണ്ട്? ഒരു സംവിധാനവും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന്റെ പകരമാവുകയില്ല. അതുകൊണ്ട് വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, മനസ്സ് നെരിപ്പോട് പോലെ പുകഴുമ്പോൾ, ആവശ്യങ്ങൾ കൂമ്പാരമായി മുമ്പിൽ വന്നു നിൽക്കുമ്പോൾ കൈ ഉയർത്താൻ വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി, എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ ഉത്തരം നൽകും. ഞാൻ അത്രമേൽ സമീപസ്ഥനായി ഓരോരുത്തരുടെയും കൂടെയുണ്ട്. അഥവാ അവരുടെ ആവശ്യങ്ങൾ ഓരോന്നും കേൾക്കാനും ഓരോന്നും തിരിച്ചറിയാനും ഓരോന്നിനും പരിഹാരം കാണാനും കഴിയുന്നവൻ ഞാൻ കൂടെയുണ്ട്. ആ കൂടെയുള്ള അള്ളാഹുവിനെ അവഗണിച്ചുകൊണ്ട് മറ്റുള്ള ശക്തികളിലേക്ക് തിരിഞ്ഞുപോയാൽ പിന്നെ പടച്ചവൻ ശിക്ഷിക്കണ്ടേ? അള്ളാഹു ശിക്ഷിക്കും. അങ്ങനെ ശിക്ഷിക്കാതിരിക്കാൻ പടച്ചതമ്പുരാനെ കുറിച്ചുള്ള നല്ല വിചാരമുള്ള അള്ളാഹുവിന്റെ മുമ്പിൽ കൈനീട്ടി നിൽക്കേണ്ട യാചകനാണ് ഞാൻ എന്ന ബോധത്തോടുകൂടി ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം. അള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വ വൽ അഖ്വാത്ത് ഊസീകും വഇയ്യായ സാനിയൻ ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് പ്രാർത്ഥന കേൾക്കുന്നത് എന്നും ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുന്നതെന്നും ഉറച്ചു വിശ്വസിക്കുകയും ജീവിതത്തിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തി നല്ല മുവഹിദുകളായി ജീവിച്ചു മരിക്കാൻ ശ്രമിക്കുകയും ചെയ്യണമെന്ന് ഓരോരുത്തരെയും വളരെ ഗൗരവപൂർവ്വം ഞാൻ ഓർത്തുകയാണ്. ലഹു മഖാലിദു സമാവാതി വൽ അർള്, ആകാശങ്ങളുടെയും ഭൂമികളുടെയും ഒക്കെ താക്കോലുകൾ അള്ളാഹുവിൻ്റെ കയ്യിലാണ്, അധീനതകളൊക്കെയും. യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ, അള്ളാഹുവാണ് ഓരോരുത്തർക്കും റിസ്ഖ് വീതിക്കുന്നതും വിശാലമായി നൽകുന്നതും പിടിച്ചു വെക്കുന്നതും. ഇന്നഹു ബികുല്ലി ഷൈഇൻ അലീം, അള്ളാഹുവിനെല്ലാം അറിയാം. അതുകൊണ്ട് ഈ റിസ്ഖിൻ്റെ വിഷയത്തിലാണ് ഈ ചോദ്യങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാകുന്നത്. സാമ്പത്തിക നഷ്ടം, കൃഷിനാശം, ആളുകൾ മരിച്ചു പോകുന്നത്, അങ്ങനെയുള്ള തകർച്ചകളും സംഗതികളുമൊക്കെ പോരാ എന്ന് തോന്നുമ്പോൾ നമ്മൾ കുറച്ചുകൂടി കിട്ടാൻ വേണ്ടി ചോദിക്കുന്നു. അങ്ങനെ ചോദിക്കുന്നത് തെറ്റാണോ? അല്ല, അങ്ങനെ ചോദിക്കണം. പക്ഷെ ചോദിക്കുന്നത് ആരോടാവണം? അള്ളാഹുവോടാവണം. ചോദിക്കുക മാത്രം ചെയ്താൽ മതിയോ? പോരാ, അതിനു വേണ്ടി അധ്വാനിക്കുകയും വേണം. പടച്ചവനോട് ചോദിക്കാനുള്ള മടി ഒരുപക്ഷെ അതാവും. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥിക്കാനുള്ള യോഗ്യത നേടണം. പടച്ചതമ്പുരാനെ എനിക്കത് വേണം ഇത് വേണം എന്ന് പറയുമ്പോൾ ഉള്ളിലൊരു കുത്തലുണ്ടാകും. ഞാനിപ്പോൾ അങ്ങനെ പറയാൻ വേണ്ടി ബാക്കിയുള്ളതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടോ? കല്യാണം കഴിക്കാത്ത കുട്ടികൾ പലപ്പോഴും പടച്ചവനെ എനിക്ക് സന്താനങ്ങൾ വേണമേ എന്ന് ചോദിക്കുന്ന പോലെയാണ് പലരുടെയും ദുആ ആയി മാറുന്നത്. അപ്പോൾ എന്താ പറയുക? അപ്പം പിന്നെ അതിനേക്കാൾ നല്ലത് ഒരു വേദനയില്ല, അപ്പുറത്ത് പോയി ചോദിച്ചാൽ ആരും കേൾക്കണമില്ല, കാണുന്നില്ല, ഒന്നുമില്ലല്ലോ. അവിടെ പോയിട്ട് ഇങ്ങനെ പറഞ്ഞിങ്ങനെ പോരില്ലേ? അപ്പോൾ അവിടെ പോവുക, പറയാ പോരുക. അപ്പോൾ ഈ മഖാലിദു സമാവാതി വൽ അർള് എന്ന് പറഞ്ഞാൽ മുൽക്കു സമാവാതി വൽ അർള്, ആകാശത്തിൻ്റെയും ഒക്കെ ആധിപത്യം, ഇതെല്ലാം അള്ളാഹുവിൻ്റെ കയ്യിലാണ്. റഹ്മത്തിൻ്റെ താക്കോൽ കൂട്ടങ്ങൾ എന്ന് റിസ്ഖിൻ്റെയും അങ്ങനെയുള്ള ഒരുപാട് സംഗതികളാണ് അതിൽ ഉൾക്കൊള്ളുന്നത്. ഈ ലോകത്തിൻ്റെ നിയന്ത്രണം അള്ളാഹുവിൻ്റെ കയ്യിലാണ് എന്ന് തന്നെ വിശ്വസിക്കണം. അതുപോലും അള്ളാഹുവിൻ്റെ കൈകളിൽ നിന്ന് തട്ടിപ്പറിച്ചെടുത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ, മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട് എന്ന് വിശ്വസിക്കുന്നത് എത്ര ക്രൂരമാണ്. അതുകൊണ്ട് നമ്മൾ സംബന്ധിച്ചിടത്തോളം അലൈസ അല്ലാഹു ബികാഫിൻ അബ്ദഹു എന്നൊരു ചോദ്യം വിശുദ്ധ ഖുർആൻ നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഇതാണ് പടച്ചവൻ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം. ഖുർആൻ ഓതാറുണ്ടല്ലോ നമ്മൾ, അത് അള്ളാഹുവിൻ്റെ കലാമല്ലേ? നമ്മളിങ്ങനെ അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു,
എന്നിങ്ങനെ നമ്മൾ ഓതുമ്പോൾ ആ കലാം ആരുടേതാണ്? അള്ളാഹുവിൻ്റെതാണ്. ആരാണ് ആ ചോദ്യം ചോദിക്കുന്നത്? പടച്ചവനാ. നിങ്ങൾക്ക് അല്ലാഹു പോരെ എന്നല്ലേ അതിൻ്റെ മലയാളം. വയുഖവ്വിഫൂനക ബില്ലദീന മിൻ ദൂനിഹി, അവന് പുറമെയുള്ള ആളുകളെ പറഞ്ഞ് നിങ്ങളെ ആളുകൾ പേടിപ്പിക്കുന്നുണ്ട്. വമൻ യുദ്ലിലില്ലാഹു ഫമാ ലഹു മിൻ ഹാദ്. നോക്ക്, പടച്ചവനായി പറയുന്നത്. നിങ്ങൾ ആളുകൾ പേടിപ്പിക്കുക, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവരെ പോയത്തക്കാരാക്കിയിട്ട് നിങ്ങൾ അവിടെ പോവാതിരുന്നാൽ ഇവിടെ പോവാതിരുന്നാൽ നിങ്ങൾക്ക് കുരുത്തക്കേടുണ്ടാകും, നിങ്ങൾക്ക് അങ്ങനെ പ്രശ്നങ്ങളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും. അവിടെ പോയി പറയണം, ഇവിടെ പോയി പറയണം, അങ്ങനെ പോവാതിരുന്നാൽ ആകെ നശിച്ചവൾ എന്നൊക്കെ, നശിച്ചവൻ എന്ന് പറഞ്ഞ് കുടുംബത്തിൽ ഭ്രഷ്ട് കൽപ്പിക്കുകയും അപമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ നമുക്കിടയിലുണ്ടോ എങ്കിൽ ഈ ആയത്തോതുക. ലലാലത്തിലാക്കാൻ തീരുമാനിച്ചാൽ പിന്നെ ആർക്കും അത്തരക്കാരെ നിർമാർഗത്തിലാക്കാൻ കഴിയില്ല. അല്ലാഹ് ലലാലത്തിലാക്കിയവരാണവർ, നിങ്ങളെ പേടിപ്പിക്കുന്നവർ. എത്ര പച്ചയായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ട് ഇന്നഖൂൽ ഇല്ലാ തറാക ബഅദു ആലിഹത്തിനാ ബിസൂ. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, ഞങ്ങളുടെ ഏതോ ഒരു ദൈവം നിന്നോട് കോപിച്ചത് കൊണ്ടാണ് മൂസ നിനക്ക് ഈ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്നത്. നമ്മുടെ വീടുകളിൽ പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാരോട്, അപ്പുറത്തുള്ള സഹോദരിമാർ വന്ന് പറയും, നീ അവിടെ പോകാത്തത് കൊണ്ടാണ്. ഇപ്പൊ കല്യാണം കഴിക്കുന്നവരെ പോയതല്ലേ, ഈ വീട്ടിലേക്ക് കെട്ടിക്കൊണ്ടുപോകുന്നതിന് ശേഷമല്ലേ ഈ ഇടപാടൊക്കെ നിർത്തിയത്, അതിന് ശേഷമല്ലേ എനിക്കിങ്ങനെ ഈ വേദനയും കുറയും അതും ഇതൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയത്. അപ്പോൾ ഇവിടെ ആലോചിക്കുക, അത് ശരിയാണല്ലോ. അപ്പോൾ അവിടെ പോകാത്തത് കൊണ്ടുള്ള ഏതൊരു ലാനത്ത് നിന്റെ പെരടിയിൽ ഉണ്ട് പെണ്ണേ എന്ന് പറഞ്ഞാൽ പേടിച്ചു പോകുന്നത് ആ വിശ്വാസമില്ലാത്തത് കൊണ്ട് തന്നെയാണ്. അവിടെ ധീരനായി നിൽക്കാനുള്ള ആർജവമാണ് സഹോദരി കാണിക്കേണ്ടത്. എനിക്കല്ല മതി എന്ന് പറയാനാവണം. ഖുൽ അഫറഅയ്തും മാ തദ്ഉന മിൻ ദൂനില്ലാഹ്. നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അവിടെയും ഇവിടെയും പോയി കുറേ ആളുകൾ, ഇടയാളന്മാരെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് എന്തു പറയാനുണ്ട് അവരെ കുറിച്ച്? അള്ളാഹ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്തു പറയാനുണ്ട്? ഇൻ അറാദ, നിങ്ങളോട് ചോദിക്കാൻ, ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ, അള്ളാഹു എനിക്ക് ഒരു എടങ്ങേറുണ്ടാക്കണമെന്ന്, ഒരു നുറുണ്ടാക്കണമെന്നാണ് തീരുമാനിച്ചെന്ന് വിചാരിച്ചോളൂ. ഹൽ ഹുന്ന കാശിഫാതു ദുർരി, നിങ്ങൾ ഈ പറയുന്ന സ്ഥലത്ത് പോയി ഞാൻ കൈ ഉയർത്തി പ്രാർത്ഥിക്കാം, അവർക്കാവുമോ അള്ളാഹു തീരുമാനിച്ച ഒരു ഷർറിനെ ഇല്ലാതെയാക്കാൻ? പറയണം മറുപടി എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ്. ഔ അറാദനി ബിറഹ്മത്തിൻ, അള്ളാഹു എനിക്ക് എന്തെങ്കിലും അനുഗ്രഹങ്ങൾ തരണമെന്ന് വിചാരിച്ചാൽ അപ്പറയുന്ന ആളുകൾക്ക്, വിളിച്ചു തേടപ്പെടുന്ന ആളുകൾക്ക് അതിനെ തടുക്കാനാവുമോ? ഖുൽ, നീ പറയണം മുവഹിദേ, വിശ്വാസി, ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹ് മതി. അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, തവക്കുലാക്കാൻ തയ്യാറുള്ളവർ അള്ളാഹുവിൽ തവക്കൽ. ഈ തവക്കുലോടുകൂടി ജീവിക്കലാണ് നമ്മൾക്ക് വേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് നമ്മളോട് പറയുന്നത്. അതിൽ അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നതിനിടയിൽ മറ്റൊരു മധ്യവർത്തി വേണോ വേണ്ടേ എന്ന് മലയാളക്കര ചർച്ച ചെയ്തു കഴിഞ്ഞ ഒരു 2 ആഴ്ചക്കാലം. എന്നിട്ട് ഇസ്ലാമിൽ മധ്യവർത്തികൾ ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചു പലരും. സ്റ്റാറ്റസ് ആക്കി വെക്കാൻ വിദ്യാർത്ഥി സമൂഹത്തിന് ഇട്ടുകൊടുത്തു. ഒരു വിദ്യാർത്ഥി സംഘടന, ഒരു മതവിദ്യാർത്ഥി സംഘടന സ്റ്റാറ്റസ് ഉണ്ടാക്കി ഇട്ടുകൊടുത്തു, ഇസ്ലാമിൽ ഇടയാളന്മാരുണ്ട്. എന്നിട്ട് തെളിവെവിടെ? നിങ്ങൾ ആ സ്റ്റാറ്റസ് കണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് കാണണം. ഇടയാളന്മാരുണ്ട് എന്നതിന് തെളിവെന്താണ് ഉണ്ടാക്കിയിട്ടത്? പ്രവാചക തിരുമേനി സല്ലല്ലാഹു, നിങ്ങൾ മദീനത്ത് ഹജ്ജിന് പോയപ്പോഴും ഉംറക്ക് പോകുമ്പോഴും മദീനത്ത് മസ്ജിദുൻ നബവിക്ക് നേരെ ഇപ്പുറത്ത് വന്ന് മസ്ജിദുൽ ഉമാമ കണ്ടിട്ടില്ലേ? പ്രവാചകൻ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന സ്ഥലത്ത്, പ്രവാചകൻ അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഈ മേഘം കൊണ്ട് തണലിട്ട് കൊടുത്ത പ്രദേശമാണത്. അവിടെ ഉള്ള പള്ളിയുടെ പേരാണ് മസ്ജിദുൽ ഉമാമ, മസ്ജിദ് അബൂബക്കർ സിദ്ദീഖ് പള്ളിക്ക് പുറത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഴ കിട്ടാത്തപ്പോൾ എന്താ ചെയ്യുന്നത്? മഴയ്ക്ക് വേണ്ടി നിസ്കരിക്കാൻ പറഞ്ഞു, നിസ്കരിച്ച് പ്രവാചകൻ നേതൃത്വം നൽകി. പ്രവാചകൻ മരണപ്പെട്ടു. അബൂബക്കർ സിദ്ദീഖിൻ്റെയും കാലം കഴിഞ്ഞു. ഉമർ ബിൻ ഖത്താബിൻ്റെ കാലം വന്നപ്പോൾ മഴ കിട്ടാത്ത അവസ്ഥ വന്നു. അബ്ബാസ് റളിയല്ലാഹു തആല എന്നോട് പറഞ്ഞു, ആ മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകണം. അദ്ദേഹത്തെ മുൻനിർത്തി പ്രാർത്ഥിച്ചു എന്നല്ല, അദ്ദേഹത്തെ മുന്നിൽ നിർത്തി പ്രാർത്ഥിച്ചു.
അദ്ദേഹത്തെ മുന്നിൽ ഇമാമാക്കി നിർത്തിയിട്ട് പിന്നിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. ഇതാണ് രേഖയായി വെച്ചത്. ആ രേഖ മാലോകരോട് വിളിച്ചു പറയുന്ന ഒരു പച്ചയായ സത്യമുണ്ട്. മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവിനെയും കൂട്ടിയിട്ട് ഈ സഹാബത്ത്, ഉമർ ഇബ്നുൽ ഖത്താബും സഹാബത്തും പ്രവാചകൻ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബറിനരികിലേക്ക് പോയി പ്രവാചകനോടല്ല മയക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് എന്ന് പച്ചയായി പറയുന്നു. ആ സ്റ്റാറ്റസ് ലോകത്തോട് ഞങ്ങൾ പറയുന്ന വാദത്തിന് ന്യായമുണ്ട് എന്ന് പറയുമ്പോൾ അത് ഞങ്ങൾ പറയുന്ന വാദത്തിന്റെ നേർവിപരീതമാണ് സ്ഥാപിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ മാത്രമുള്ള ബുദ്ധി പോലുമില്ലാത്ത ആളുകളായി ഈ മതം പറയുന്ന ആളുകൾ മാറുമ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകളോട് എനിക്ക് വളരെ വിനീതമായി ഒരപേക്ഷയുണ്ട്. ആ അപേക്ഷ, മതമെന്ന് പറയുന്നത് അത്തരത്തിലുള്ള പൗരോഹിത്യത്തിൽ നിന്ന് പഠിക്കുന്ന നിർത്തണം. മതമെന്നത് മതത്തിന്റെ ഉസൂലുകളിൽ നിന്ന് പഠിക്കാനുള്ള ആർജവം കാണിക്കണം. ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസങ്ങൾ, എൻ്റെ അഖീദ, എൻ്റെ ആചാരങ്ങൾ ശരിയാണോ അല്ലേ എന്ന് തീരുമാനിക്കേണ്ട ബാധ്യത നമ്മളുടേതാണ്, അത് മറ്റാരുടേതുമല്ല. റബ്ബനാ അതാനാ സാദത്തനാ വകുബ്റാഅനാ ഫഅളല്ലൂന സബീല എന്ന് പരലോകത്ത് വിചാരണയെങ്കിൽ നരകത്തിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞിട്ട് എന്ത് കാര്യം എന്ന് ഗൗരവവിദ്യ ഓർക്കണമെന്ന് ഞാൻ വളരെ വിനീതമായി ആവശ്യപ്പെടുകയാണ്. എന്നിട്ട് രക്ഷപ്പെടണം. അല്ലാഹു ഹസ്ബി അല്ലാഹ് വനിഅ്മൽ വകീൽ എന്ന് സ്വന്തത്തോട് ഊക്കോടെ ആവർത്തിച്ച് പറയുന്ന ഒരു മനസ്സ് പാകപ്പെടുത്തണം. അല്ലാഹു സഹായിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ കലക്ഷൻ എടുക്കുന്നത് IMBക്ക് വേണ്ടിയാണ്. IMBക്ക് വേണ്ടി എന്ന് പറയുന്നിടത്ത് ഒരു കോമ ഇട്ട് ഞാനൊരു സെൻറ്റൻസ് കൂടി പറയേണ്ടതുണ്ട്. IMBയുടെ വാഹനമുണ്ട്, തൊട്ട് മുമ്പിൽ റോട്ടിൽ നിൽക്കുന്നു. ആ വാഹനത്തിൻ്റെ സംഗതികൾക്ക് വേണ്ടിയുള്ള അതിൽ നമ്മൾ ശമ്പളക്കാരനായ ഡ്രൈവറെ വെച്ചിട്ടില്ല. അത് നമ്മുടെ കുട്ടികൾ തന്നെ വോളണ്ടിയർ വർക്കായിട്ട് ശമ്പളം പറ്റാതെ അതങ്ങനെ നടത്തിക്കൊണ്ടുപോകുക, വളരെ സുത്യർഹമായി അങ്ങനെ പോവുകയാണ്. പക്ഷെ ആ വാഹനത്തിന് ഇപ്പോൾ ചില മെയിൻ്റനൻസ് വർക്കുകൾ അടിയന്തരമായി വന്നിട്ടുണ്ട്. വളരെ നന്നായി പടർന്ന് പന്തലിച്ച് പോകേണ്ട ഒരു സംവിധാനമാണ് IMB. ഒട്ടേറെ ആവശ്യക്കാരിങ്ങനെ അധികരിച്ച് വരുന്നത് അതൊന്നും ഇവിടെ ഇങ്ങനെ പറയേണ്ടതില്ല. അതുമായി കുറച്ചുകൂടി അടുത്ത് ഇടപഴകാൻ കുറേ ആളുകൾക്ക് അവസരമുണ്ട്, പക്ഷെ ചെയ്യുന്നില്ല. അതുകൂടി ചെയ്യണം. ആ മെയിൻ്റനൻസിന് വേണ്ടി നല്ലൊരു തുക ഇപ്പോൾ ആവശ്യമുണ്ട്. ആ തുക ഇന്നത്തെ കലക്ഷനിലൂടെ ഉണ്ടാവണം എന്ന് നമ്മളെല്ലാവരും കൂടി തീരുമാനിക്കുക. എന്നിട്ട് നന്നായി സംഭാവന അർപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് നമ്മുടെ എല്ലാ നല്ല കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു